ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ആലുവാപ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വിമി റിനീഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുക്കിങ്ങോ അതുപോലെ തന്നെ അൺബോക്സിങ്ങോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം. വേറെ ആരുമല്ല, ഒരു യോഗ ട്രെയിനറാണ്. അതിൻ്റെ ഒപ്പം സൂംബ ക്ലാസ്സും കൂടി കൊണ്ടുപോകുന്നുണ്ട്. പേര് ലിജി എന്നാണ്. അപ്പോൾ ഞാൻ ആ ചേച്ചിനെ പരിചയപ്പെടുത്തി തരാം. ചേച്ചി ഹായ് നമസ്കാരം. എൻ്റെ പേര് ലിജി അനൂപ്. ഞാൻ ഫ്യൂഷൻ ഫിറ്റ്നസ് ആൻഡ് ഡാൻസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഇവിടെ കടവന്ത്ര, എറണാകുളത്ത് കടവന്ത്രയിൽ 5 വർഷമായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു മെയിനായിട്ട് യോഗയുടെ ട്രെയിനറാണ്. സൂംബയുടെ ലൈസൻസ് എടുത്തതിന് ഇത് 3 വർഷമായി. ഇവിടെ സെൻറ്റർ നടത്തുന്നതും പുറമേ ആയാലും ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. മെയിനായിട്ട് യോഗ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കുട്ടികൾക്കുള്ളതും എടുക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. യോഗ തുടങ്ങിയിട്ട് എത്ര നാളായി? യോഗ ട്രെയിനറായിട്ട് ഞാനൊരു 9 വർഷത്തിന് മേലെയായി. സ്വയം യോഗ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10-20 വർഷത്തോളമായി. 20 വർഷം ട്രെയിനറായിട്ട് 9 വർഷം സർട്ടിഫിക്കറ്റ് എടുത്ത് യോഗ ട്രെയിനറായിട്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം എന്നാണ് ഈ മറ്റേ സൂംബ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്? സൂംബ അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷമായി. അപ്പോൾ അത് ആദ്യം പുറത്തുനിന്നുള്ള ട്രെയിനേഴ്സാണ് ആയിരുന്നത്. പിന്നെ അതിനുശേഷം ഒരു 3 വർഷമായിട്ട് ഞാൻ ലൈസൻസ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഒപ്പം ഇതും കൂടി കൊണ്ടുപോകും. സൂംബ ക്ലാസ്സിൻ്റെ ലൈസൻസ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ചേച്ചി, ഈ യോഗയും സൂംബയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻറ്റ് എന്താണെന്ന് പറയാൻ പറ്റും? സൂംബ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു വെയിറ്റ് ലോസ് ആണ് ഉണ്ടാകുന്നത്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിൽ കുറച്ച് പേരെല്ലാവരും ചെറുപ്പക്കാരായാലും എല്ലാവരും സൂംബയാണ് കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള ഒരു വെയിറ്റ് ലോസ് അതിൽ കാണും. യോഗ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അത് സ്ലോ ആയിരിക്കും. യോഗയായാലും സൂംബയായാലും നമ്മൾ ഇത്ര കണ്ടിന്യൂ ആയിട്ട് ലൈഫിൽ നമ്മൾ ജീവിതം മുഴുവൻ കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമ്മൾ ഇടയിൽ വെച്ച് നിർത്തുന്നതൊക്കെയാണെങ്കിൽ അതിനനുസരിച്ച് വെയിറ്റ് ഗെയിൻ പിന്നെ വീണ്ടും ഉണ്ടാവുന്നതാണ്. സൂംബ പെട്ടെന്ന് ഇപ്പോൾ നമുക്കൊരു മാസമൊക്കെ ഒരു വർക്കൗട്ട് ചെയ്യാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യത്തെ മാസം തന്നെ ഒരു 2 കിലോയെങ്കിലും മിനിമം വെയിറ്റ് ലോസ് ഉണ്ടാവും. അതും ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ചെയ്താൽ മതി. ഒരു 12 ക്ലാസ്സാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആഴ്ചയിൽ 3 ക്ലാസ് വീതം 12 ക്ലാസ്. അപ്പോൾ ചേച്ചി പറയണത് യോഗയിലും ഫാസ്റ്റ് റിസൾട്ട് എപ്പോഴും സൂംബ തന്നെയാണ് ഉണ്ടായിരിക്കുക. ഇപ്പോഴത്തെ ആ ഒരു ടീനേജ് അതിനോടാണ് കുറച്ചും കൂടി താല്പര്യം. കാരണം എന്ന് വെച്ചാൽ അതെങ്ങനെ ഇതുപോലെ സോങ്സ് ഇതെല്ലാം വെച്ച് നമ്മൾ അത്രയും അറിയില്ല. ഒരു 45 മിനിറ്റ്സ് നമ്മളത് അറിയില്ല. അതിൽ കൂടി നമ്മൾ വർക്കൗട്ടും കുറച്ചും കൂടി കൊടുക്കുന്നുണ്ട്. വൈബ്സിന് വയറിനൊക്കെ ആണല്ലോ, ലേഡീസിന് കുറച്ച് ഒരുപാട് ചില 8 മണിക്കൂറൊക്കെ ഇരുന്നുള്ള വർക്കൗട്ടായിരിക്കും, അല്ല ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വയറൊക്കെ കുറയുന്നതിന് വേണ്ടിയിട്ടായിട്ട് മെയിനായിട്ട് കുറച്ച് വർക്കൗട്ടും കൂടി കൊടുക്കുന്നു. ഇതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ? ഇല്ല, ഏജ് ലിമിറ്റ് ഫസ്റ്റ് ഒന്നും വർക്കൗട്ടൊന്നും ചെയ്യാതിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 45 എബോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഡെയിലി കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ കുറച്ച് വെയിറ്റ് ഉള്ളവർക്കും പിന്നെ കാലിന് വെയിറ്റ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് കാല് മുട്ടുവേദന അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്തായാലും ഷൂ ഉപയോഗിക്കുന്നത്. ഡെയിലി ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ നല്ലൊരു ഇതായിട്ടിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നും അങ്ങനെ പ്രശ്നമില്ല. പക്ഷെ പെട്ടെന്ന് ഒരാൾ ആദ്യമായിട്ട് വരുന്നതൊന്നും വർക്കൗട്ടൊന്നും ചെയ്യാത്തിരിക്കുന്ന ഒരാൾ ആണെങ്കിൽ ഒരു 40 എബോ അല്ലെങ്കിൽ 45 ഒക്കെ എബോ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് വെയിറ്റ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് കാലിൻ്റെ മുട്ടിലേക്കൊക്കെ ഉള്ള വേദന അങ്ങനെയൊക്കെ. കാരണം എന്താ വെച്ചാൽ ഇതിൽ കാൽമുട്ട് വേദന അങ്ങനെയൊന്നും വരരുത്. അതുകൊണ്ട് ഷൂ അത് മസ്റ്റാണ്. ഫസ്റ്റ് ഇതെപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബോഡിയിലെ വാമപ്പോട് കൂടിയാണ്. ഏത് എക്സസൈസ് ആണെങ്കിലും യോഗയാണെങ്കിലും സൂംബ ആണെങ്കിലൊക്കെ വാമപ്പാണ് ഫസ്റ്റ് കൊടുക്കുക. അതായത് ബോഡി ഹീറ്റ് ആക്കണം. ബോഡി ചൂടായതിന് ശേഷമാണ് ഒരു 6-7 സോങ്സ് കൊടുക്കും. അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ ചെയ്യണം. അല്ലാതെ നമ്മൾ റെസ്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് ചെയ്യാനുള്ള ഒരു സമയം അതിൽ കൊടുക്കില്ല. ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക് ചേഞ്ച് ചെയ്യണ ആ സമയം മാത്രമേ കൊടുക്കുള്ളൂ. എത്ര സമയമാണ് കണ്ടിന്യൂസ് ഒരു വർക്കൗട്ട് ചെയ്യുന്നത്? 3/4 മണിക്കൂറാണ് നമ്മൾ ഏകദേശം കണ്ടിന്യൂസ് 45 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യും. അതിൽ ആ മ്യൂസിക് ചേഞ്ച് ചെയ്യുന്ന സമയം മാത്രമാണ് അധികം ഇതാവുമ്പോൾ. ആ സമയം പോലും നോ റെസ്റ്റ് നോ റിലാക്സേഷൻ എന്നാണ്. കാരണം എന്ന് വെച്ചാൽ ആ സമയം നമ്മളൊന്നുമില്ലെങ്കിൽ അവർ നടന്നുകൊണ്ടിരിക്കുക, നന്നായിട്ട് ഡീപ്പായി ശ്വാസം എടുത്ത് നടന്നുകൊണ്ടിരിക്കുക. അല്ലാതെ നമ്മൾ അതിനിടയിൽ റെസ്റ്റ് ചെയ്തിരുന്ന് ഇരിക്കാനോ അങ്ങനെയൊന്നും പാടില്ല. ഒന്ന് നന്നായി നോർമൽ ബ്രീത്തിങ് ആവണം. ഒരു സോങ് ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്ന ഒരാൾക്ക് ഒരെണ്ണം കഴിയുമ്പോൾ തന്നെ നന്നായി കിതപ്പ് വരും, ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഒന്ന് നന്നായിട്ട് നോർമലായിട്ട് ബ്രീത്തിങ് ആവുന്നത് വരെ ഒരു വാട്ടർ ബ്രേക്ക് എന്നുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒന്ന് സിപ്പ് ചെയ്യുക. അതും അധികമൊന്നും വെള്ളം കുടിക്കാൻ പാടില്ല. അതുപോലെ ഒരു തൊണ്ട നനയ്ക്കുക എന്ന് പറയും. അതെ, അതിനിപ്പോൾ ചൂടുവെള്ളം അങ്ങനെയൊന്നുമില്ല, നോർമൽ ഏതെങ്കിലും വെള്ളം കുടിക്കുക. എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മളങ്ങനെ നന്നായിട്ട് കിതപ്പ് ഒരു ക്ഷീണം വരുമ്പോൾ ഒരിക്കലും എന്തായാലും ഭയങ്കര കുറേ ഒരു വെള്ളം കുടിക്കരുത്. അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ ഒന്ന് തൊണ്ട നനയ്ക്കുന്നത്, ഒന്ന് സിപ്പ് ചെയ്യുക, അതിനുള്ള ഒരു സമയം. അല്ലെങ്കിൽ ഒന്ന് നടക്കുക. നന്നായിട്ട് ഇങ്ങനെ കതച്ച് അണച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുള്ളൊരു റിലാക്സേഷൻ, അതായത് കുറച്ചൊന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രം. ഒന്ന് നടക്കണം, ഒന്ന് നടക്കാൻ അല്ലെങ്കിൽ
അങ്ങനെ എന്തെങ്കിലും അപ്പൊ അടുത്ത നെക്സ്റ്റ് പാർട്ട് അപ്പോഴേക്കും അത് ചേഞ്ച് ചെയ്യും. അങ്ങനെ ഒരു 6-7 അങ്ങനെ ഒരു 45 മിനിറ്റ്സ് കണ്ടിന്യൂസ് ഒരു വർക്കൗട്ട് ആണ് ശരിക്കും അല്ലേ? ലാസ്റ്റ് ഇതുപോലെ കൂൾ ഡൗൺ എന്ന് പറയുന്നത് വെച്ചാൽ ബോഡീനെല്ലാം നമ്മൾ ഇത്രയും ബോഡി 45 മിനിറ്റ്സ് കൊണ്ട് നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഫസ്റ്റ് വാമപ്പ് കഴിയുമ്പോഴാണ് നമുക്ക് അത് കഴിയുമ്പോഴാണ് പിന്നെ ഉള്ള ഫാറ്റ് ബേണിങ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ റെസ്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്യുമ്പോൾ പിന്നെയും ബോഡി വീണ്ടും ചൂടാവണം. അപ്പോൾ പിന്നെ നമ്മൾ ഈ ചെയ്തതിൻ്റെ ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോഴും 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour ഒക്കെ ചെയ്യണം എന്ന് പറയുന്നത്. കാരണം അല്ലാതെ നമ്മൾ ഇടയിൽ ഒരു 10-15 മിനിറ്റ് നമ്മൾ കുറച്ച് നേരം ചെയ്ത് പിന്നെ റെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഫാറ്റ് ബേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ലോസിനൊക്കെ വേണമെങ്കിൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിനിമം ഒരു 45 മിനിറ്റ്സ് എങ്കിലും വേണം. ലാസ്റ്റ് പിന്നെ ബോഡി ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് കൂൾ ഡൗൺ ആയിട്ട് എല്ലാ ബോഡിക്കൊന്ന് സ്ട്രെച്ചിങ് മസിൽ അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ പിടിക്കാൻ വേണ്ടി കൈയിനും കാലിനും ഒക്കെ ഓരോ സ്ട്രെച്ചിങ് കൊടുത്ത് ലാസ്റ്റ് ബോഡി നന്നായി തണുത്തതിന് ശേഷം യോഗ ആണെങ്കിലും ശവാസനത്തിൽ സ്റ്റോപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിലും കൂൾ ഡൗൺ ചെയ്തിട്ടാണ് സ്റ്റോപ്പ്. യോഗ കുറച്ചും കൂടി അതിനേക്കാളും ബെറ്റർ ആണ് എന്തായാലും യോഗ എന്ന് പറയുന്നത്. PCOD ഉള്ളവർക്ക്, തൈറോയിഡ് ഉള്ളവർക്ക് നല്ല വ്യത്യാസം ഉള്ളവരുണ്ട്. അതുപോലെ യോഗയിലൊക്കെ നല്ല വ്യത്യാസം പറയുന്നുണ്ട്. PCODക്ക് തന്നെ മെയിൻ കാരണം എന്ന് വെച്ചാൽ വയറിൻ്റെ അടിയിലുള്ള ബെല്ലി ഫാറ്റ് അങ്ങനെ ഇതിനുള്ളതാണല്ലോ. അപ്പോൾ അതിന് കുറയുന്നതിന് തന്നെ കുറയുമ്പോൾ തന്നെ അതിൽ നല്ലൊരു വ്യത്യാസം വരും. PCOD ഉള്ളവർക്കും തൈറോയിഡ് ഉള്ളവർക്കൊക്കെ ലേഡീസിന് യോഗ ആണ് ബെസ്റ്റ്. ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ലേഡീസിന് എങ്ങനെയാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? എത്ര ഗ്യാപ്പ് കഴിഞ്ഞിട്ട്? നോർമൽ ഡെലിവറിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ 3 monthsന് ശേഷമൊക്കെ ചെറിയ രീതിയിലുള്ള വർക്കൗട്ട് ചെയ്ത് കൂട്ടി വരാം. പെട്ടെന്ന് ആദ്യം കൂടി ഇതിൽ ചെയ്യാൻ പറ്റില്ല, സാവധാനം മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സിസേറിയനൊക്കെ ആണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഡോക്ടറുടെ പ്രായം അനുസരിച്ച് മാത്രം ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഈ വയറ് കുറയാനായിട്ട് ബെൽറ്റൊക്കെ ഇട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഈ ബെൽറ്റൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഈ സൂംബ ചെയ്യണോണ്ട് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, ഒരിക്കലും ബെൽറ്റ് അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ബെൽറ്റ് ഇതാക്കുകയെന്ന് വെച്ചാൽ വയറിലേക്ക് അമർച്ച് കിട്ടും, ആ ഒരു ഇതിൽ അമർന്ന് കിട്ടുന്നു മാത്രമേ ഉള്ളൂ. എപ്പോഴും നമ്മൾ എക്സസൈസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് വയറ് കുറയ്ക്കാം, അല്ലെങ്കിൽ ഫുഡിൽ ഡയറ്റ് വഴി കുറയ്ക്കാം എന്നുള്ളത് മാത്രമാണ് ആരോഗ്യമായ ഒരു നല്ല ശീലം. ഒരിക്കലും ബെൽറ്റ് ഇതിട്ട് വയറമർത്തി കെട്ടി ആദ്യത്തെ ഡെലിവറി കഴിയുന്ന സമയത്ത് അല്ല ചെയ്യും, അല്ല സമയത്തല്ലാതെ ലേഡീസിനെ എപ്പോഴും വയറ് മുറുക്കി കെട്ടി അല്ലെങ്കിൽ ബെൽറ്റ് ഇട്ടിട്ട് യോഗ അല്ലെങ്കിൽ സൂംബൊന്നും അങ്ങനെ ചെയ്യാൻ ആവശ്യമില്ല. പിന്നെ ഈ ഫാനൊക്കെ ഇട്ടുകൊണ്ട് യോഗ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഫാൻ ഇടാണ്ട് യോഗ ചെയ്യണം എന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഇതിൽ സൂംബയിലോ അങ്ങനെ പ്രശ്നം? എന്ത് എക്സസൈസ് ആയാലും നമ്മൾ ഫാനും AC ഒന്നും ഇല്ലാതെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നോർമലായിട്ടുള്ള വേർത്ത് ഫാറ്റ് ബേണിങ് അല്ലെങ്കിൽ നമ്മൾ ആ ടോക്സിൻസ് ഒക്കെ പോകുന്നതിനായിട്ടായാലും എപ്പോഴും ഫാൻ AC ഉപയോഗിക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. AC-ലൊക്കെ പോയി നമ്മൾ ചെയ്യും, അവിടെ പോയി വലിയ ഇതിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനാലും ഇതിൽ നമ്മൾ എപ്പോഴും നോർമലായിട്ടുള്ള വേർക്കണം, നന്നായി വേർക്കണമല്ലോ. വേർക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് ബുദ്ധിമുട്ടണം, കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ്, അല്ലാതെ AC-ലൊക്കെ ഇരുന്ന് സുഖമായിട്ട് ചെയ്യാന്നുള്ളതിലൊരു കാര്യമില്ല. യോഗയിലൊക്കെ തന്നെയായാലും നമ്മൾ പിന്നെ ഫാനിലെ കാറ്റടിച്ച് പിന്നെ നമ്മൾ ആ നിറയിലേക്ക് വേർപ്പ് താഴുമല്ലോ, അങ്ങനെ അതൊക്കെ ഇല്ലാതിരിക്കാനൊക്കെ കൂടിയിട്ടാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല എപ്പോഴും നന്നായിട്ട് ആ നോർമൽ ഒരു ഇതിൽ ഇരുന്നിട്ട് ചെയ്യുന്നതാണ്, ഫാൻ AC ഒന്നും ഇല്ലാതെ ചെയ്യുന്നതാണ് എപ്പോഴും. ചേച്ചി, അപ്പോൾ ഈ സൂംബ നമ്മളിപ്പോൾ ഫസ്റ്റ് ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എവിടെയാണ് ശരിക്കും പെയിൻ ഇഞ്ചുറി ഒക്കെ വരുന്നത്? കാലിനാണോ അല്ലെങ്കിൽ ബോഡി പെയിൻ ആണോ? ഒരു ബിഗിനറിനെ സംബന്ധിച്ചിട്ട് ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ യോഗ ആയാലും സൂംബ ആയാലും എന്തായാലും ബോഡി പെയിൻ ഉണ്ടായിരിക്കും. ബോഡി പെയിൻ ഉണ്ടെങ്കിൽ അത് ബോഡിയിൽ എഫക്റ്റ് ചെയ്തു എന്നുള്ളതിനാണ് നല്ലൊരു സൈനായിട്ട് മാത്രം വിചാരിച്ചാൽ മതി. അല്ലാതെ നമ്മളത് കഴിഞ്ഞിട്ട് ഒരു ദിവസം റെസ്റ്റ് ചെയ്യുക, റിലാക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യരുത്. എന്തായാലും ബോഡി പെയിൻ ഉണ്ടാവും. അത് വയറിനുള്ള വർക്കൗട്ടൊക്കെ കൊടുക്കുമ്പോൾ അടിവയറ് നല്ല വേദന ഉണ്ടായിരിക്കും, കാല് വേദന ഉണ്ടായിരിക്കും, കൈനൊക്കെ ആണെങ്കിലും കൈവേദനയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് 2-3 ദിവസം പിന്നെ അത് ചെയ്ത് നമ്മളെ ബോഡിയിലെ സ്റ്റാമിന കൂട്ടുകയും നമ്മളത് ബോഡി അതായിട്ട് യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്ലോ ആയിട്ട് കുറയും. കുറച്ച് സമയം ഒരാഴ്ചയെങ്കിലും ഒട്ടും ചെയ്യാത്ത ഒരാൾക്കാണെങ്കിൽ ഒരാഴ്ചയൊക്കെ ഒരു ഇതെടുക്കും. കംഫർട്ടബിൾ ആയിട്ടുള്ളതും ഉള്ള ഡ്രസ്സ് എന്നുള്ളതാണ്. ഷൂ മസ്റ്റ് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ പറ്റുക? ഫുഡൊക്കെ നമ്മളൊരു അരമണിക്കൂർ ഒരു ഗ്യാപ്പ് എപ്പോഴും നല്ലതാണ്. യോഗ കഴിഞ്ഞിട്ടായാലും സൂംബ കഴിഞ്ഞിട്ടായാലും നമ്മൾ നന്നായിട്ട് ബോഡി നന്നായിട്ട് ഹീറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ബോഡി ഒന്ന് സാവധാനം തണുത്ത് വെള്ളം കുടിക്കുന്നത് തന്നെയായാലും അതിന് ശേഷം ഒന്നും ബോഡിയൊക്കെ നോർമൽ ഹീറ്റ് ഇതായതിനു ശേഷം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രമാണ്. ഒരു അരമണിക്കൂറിന് ശേഷം വെള്ളമാണെങ്കിൽ പോലും വെള്ളം ഒന്ന് സിപ്പ് ചെയ്യാം, ഒന്ന് ദാഹം മാറ്റുന്നതിന് ഇതാക്കാം. പിന്നെ നല്ല ഫുഡ് കഴിക്കുന്നത് എപ്പോഴും ഒരു അരമണിക്കൂർ. യോഗയായാലും എന്ത് വർക്കൗട്ടിന് മുന്നായാലും കാരണം ഹെവി ആയിരിക്കരുത്. പ്രത്യേകിച്ച് ഒരു 3-4 മണിക്കൂർ മുന്നേ കഴിക്കാൻ പാടില്ല. അപ്പോൾ അത് എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യുന്നതാണ് യോഗയൊക്കെ ആണെങ്കിൽ ബെസ്റ്റ്. പിന്നെ ഇതിൽ വർക്കൗട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഈ വയറിലേക്ക് കുറച്ചും കൂടി ഇത് വരുന്നതുകൊണ്ട് ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് കുറച്ച് ഗ്യാപ്പ് എന്തായാലും വേണം. ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചതിന് ഗ്യാപ്പ് ഒരു 2-3 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് വേണം. അല്ല എംപ്റ്റി സ്റ്റൊമക്കാണ് ഏറ്റവും നല്ലത്. യോഗ പ്രത്യേകിച്ചും. ഇത് സൂംബയ്ക്കാണെങ്കിലും കുറച്ച് ഗ്യാപ്പ് എന്തായാലും വേണം. വയറ് കൊളുത്തി വലിക്കും. നമുക്ക് പലർക്കും പറയൂ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ
ഇതുപോലെ ഗ്യാസ് പോലെ നെഞ്ചെടുത്ത് പിടിച്ചിരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് രാവിലെ അതിരാവിലെ ഏറ്റവും യോഗയ്ക്കൊക്കെ ആണെങ്കിൽ ആ മെഡിറ്റേഷൻ്റെയും എല്ലാ മനസ്സിനും കിട്ടുന്ന ഒരു റിലാക്സേഷനും സൂംബയാണെങ്കിലും സൂംബ പിന്നെ ഈവനിങ്ങിലും കുഴപ്പമില്ല. യോഗ മസ്റ്റായിട്ട് രാവിലെയാണ് ഏറ്റവും നല്ല രാവിലെ അതിരാവിലെ എത്രയും രാവിലെ ചെയ്യുന്ന അത്രയും നല്ലത്. കുട്ടികൾക്ക് ഇന്ന സ്റ്റെപ്പ് അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും അല്ല കിഡ്സ് സൂംബ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ നമുക്കിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ കുട്ടികൾ അധികം ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് കുട്ടികൾ പാരൻസ് അമ്മമാരും ഒക്കെ പറയും ഇതുപോലെ വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ അവർക്ക് കൂടുതൽ അതുകൊണ്ടാണ് യോഗയിലും കൂടുതൽ ഇതിലേക്ക് ഇപ്പോൾ ഇവിടുത്തെ സോങ്സ് ഒക്കെ വെച്ചിട്ടുള്ളതാകുമ്പോൾ അവർ പിന്നെ എങ്ങനെയെങ്കിലും കളിച്ചോളും, കുറച്ച് നേരം കളിക്കാന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ വേറെ സ്റ്റെപ്പ് ഇതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ സൂംബയുടെ സ്റ്റെപ്പിനേക്കാളും കൂടുതൽ ഈ ബോളിവുഡ് അങ്ങനത്തെ സോങ്സ് വെച്ചിട്ടുള്ള പിള്ളേർക്ക് അത് എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് തന്നെ തുടങ്ങിയിട്ട് കഴിഞ്ഞ ലോക്ക്ഡൌണിന് ശേഷം മെയിൽ സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നവർ ഈ ബാച്ചിലൊക്കെ പിള്ളേരുണ്ട്, പുറത്തുനിന്നും ഉണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നുള്ള ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ അതും കൂടി ഈ സൂംബയുടെ സോങ് എന്ന് പറയുന്നത് ശരിക്കും ഇതാണോ? അതിൽ വരുന്ന വെച്ചാൽ അതിലൊരു സിൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അതിൽ വരുന്ന സോങ്സ് ആണ് നമ്മളത് സിൻ ആണ് അതിന്റെ പറയുക. അത് നമ്മളതിൽ ലൈസൻസ് ഇതൊക്കെ ഉള്ളവർക്ക് ആണെങ്കിൽ അതൊരു മന്ത്ലി അത് ഒരു സോങ് അങ്ങനത്തെ സോങ്സ് 10-12 സോങ്സ് വന്നുകൊണ്ടിരിക്കും, അത് മെയിലായിട്ട് ഇതായിട്ട്. പക്ഷെ അതിലുള്ള സോങ്സിനേക്കാളും കൂടുതൽ ഇപ്പൊ എല്ലാവർക്കും അങ്ങനത്തെ സോങ്സ് ഒന്നും അത്ര അത് ഇഷ്ടപ്പെടില്ല, താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് ബോളിവുഡ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോ എല്ലാവരും പറയും ഇങ്ങനത്തെ സോങ്സ് അതിൽ അത്ര താല്പര്യമില്ല. അപ്പൊ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സോങ്സ് ആണ് ബോളിവുഡ് എല്ലാം മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൽ കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ യോഗ സൂംബ എന്നുള്ളൊരു പാക്കേജാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് കുറേ പേര് അത് തന്നെയാണ് എടുക്കുന്നത്. അതിൽ നല്ലൊരു റിസൾട്ടും എല്ലാവർക്കും ഉണ്ട്. ഒരു ദിവസം യോഗ കിട്ടും, ഒരു ദിവസം സൂംബ, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഉണ്ട്. അത് 24 ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അതൊരു മിനിമം എല്ലാവർക്കും താങ്ങാൻ പറ്റാവുന്ന ഒരു പാക്കേജ് ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത്. ക്ലാസ് നടത്തുന്നതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരു 3 ക്ലാസ് അല്ലേ? ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെയിലി എക്സസൈസ് ചെയ്യണ പോലെ തന്നെ എല്ലാ ദിവസവും ഈ ഒരു സൂംബ ചെയ്യണോണ്ട് ഒരു 45 മിനിറ്റ്സ് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, സൂംബ എപ്പോഴും ഒരു ദിവസം മസിൽ റെസ്റ്റ് എന്നുള്ളത് കൊടുക്കണം. അതായത് 3 ദിവസം മാത്രമാണ് സൂംബ പ്രിഫർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാത്ത ദിവസം നമുക്ക് യോഗ ചെയ്യാം, നമുക്ക് നടക്കാനുള്ളത് പോകാം, ബാക്കിയുള്ള ചെറിയ ചെറിയ വർക്കൗട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലാതെ ഡെയിലി നമ്മൾ അത് 2 നേരം ചെയ്തു അല്ലെങ്കിൽ അത്ര ചെയ്തു എന്ന് വെച്ചിട്ടൊന്നും വലിയ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു 3 അപ്പോൾ അതുകൊണ്ട് അതെ ആ 3 ദിവസം സൂംബ കൊടുക്കുന്നതും നമ്മൾ ബാക്കി ദിവസങ്ങളിൽ യോഗ കൊടുക്കുന്നതും ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ചില ആൾക്കാർ വലിയ ഒരു ആവശ്യത്തിൽ ചോദിക്കും രാവിലെ എത്തി വൈകുന്നേരം ഇവിടെ 2 ബാച്ചുണ്ട്, അപ്പോൾ അങ്ങനെ വന്ന് വരട്ടെ എന്ന്. അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും നമുക്കൊരു 45 മിനിറ്റ്സ് സാധാരണ നോർമൽ ഒരാൾക്ക് സാധാരണ ഒരു 45 അല്ലെങ്കിൽ 1 അവറിൻ്റെ വർക്കൗട്ടിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാതെ ഒരുപാട് നമ്മൾ പെട്ടെന്നുള്ള ഒരു വെയിറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞിട്ട് ഒരു 5 കിലോ 6 കിലോ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ നമ്മളത് ചെയ്യുക, വെള്ളം കുടിച്ച് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുക, അങ്ങനെയൊന്നും അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് രാജ്യത്തിൽ ഒരു മന്തിൽ ഒരു 2-2.5 കിലോ വെച്ചിട്ട് 3 മാസം കൊണ്ട് ഒരു 10 കിലോൻ്റെ ഒക്കെ ഇടയിൽ കുറയ്ക്കുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് കുറയ്ക്കുന്നത്. ചിലർ വിളിക്കും കല്യാണമാണ് പെട്ടെന്ന് ഒരു വെയിറ്റ് കുറയണം, അങ്ങനെയൊന്നും അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമാക്കുക. അല്ലാതെ നമ്മളൊരു കല്യാണം മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ അത് ഒരു എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ അതിനെ ഉദ്ദേശിച്ചിട്ടല്ലല്ലോ. നമുക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് കൊണ്ടു നടക്കേണ്ടതാണ്. അല്ലാതെ ഇത് നിർത്തിയാൽ എന്തായാലും തീർച്ചയായിട്ടും എന്ത് തന്നെയായാലും അതിൻ്റെ ഇരട്ടി തിരിച്ചു വരും. എക്സസൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് അത് അത്രേ ഉള്ളൂ. നമ്മളെ ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണ് എന്ത് തന്നെയായാലും. സൂംബ യോഗ എന്ന് മാത്രമല്ല എന്ത് വർക്കൗട്ട് നമുക്ക് ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ ഒരു ജീവിതത്തിൽ അല്ല ഒരു ദിവസത്തിൽ നമ്മൾ 1 മണിക്കൂറാണ് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നത്. പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മൾ ആരോഗ്യം നഷ്ടപ്പെട്ട് ആശുപത്രികളിൽ അതിനെ ഇരട്ടി കൂടുതൽ സമയം നമുക്ക് അതിനു വേണ്ടി പോകേണ്ടി വരും. അപ്പോൾ താങ്ക്സ് ചേച്ചി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ ശരിക്കും ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ നമുക്ക് നമ്മുടെ ലൈഫിന് വേണ്ടി നമുക്ക് ഒരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാൻ സാധിച്ചാൽ ഭാവിയിലേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ്. അതെ, പിന്നെ എപ്പോഴും എല്ലാവരും കൊച്ചുകുട്ടികൾ തൊട്ട് നമ്മളൊരു 10-12 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അതിലേക്കുള്ള ഇത് പേരൻസൊക്കെ ആയാലും കൊടുക്കും. പക്ഷേ ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും അവിടെ യോഗ അങ്ങനെ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളിൽ നടക്കുന്നവർക്ക് പോലും ഇപ്പോൾ യോഗ അവരൊക്കെ നടത്തിക്കൊടുക്കും. അതെ, പണ്ടത്തെ പോലെ ഇപ്പം എല്ലാവരും ഹെൽത്തിൽ ഒരുപാട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ താങ്ക്സ് കേട്ടോ. അപ്പോൾ സൂംബയെ പറ്റിയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു. അത്യാവശ്യം കുറച്ച് സംശയങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം യോഗയും ഇതുപോലെ തന്നെ സൂംബയൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ നിത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ഇവിടെ എടുത്ത് പറയാതിരിക്കാൻ വയ്യ. സൂംബ എന്ന് പറയുമ്പോൾ ഒരു ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെയാണ്. പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരേപോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലത്തെ ഒരു എക്സസൈസ് ആണ് സൂംബ എന്ന് പറയുന്നത്. പക്ഷേ യോഗ എന്ന് പറയുന്നത് അങ്ങനെയല്ല, വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു സെക്ഷനാണ് യോഗ. ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റും കൂടിയാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലീശേശ്വര യോഗ ക്ലാസ് ഞാൻ ഷൂട്ട്
ഷൂട്ട് ചെയ്തിട്ടുണ്ട്. യോഗയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കുറേ എക്സസൈസ് ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന റിലാക്സേഷനും ആർക്കൊക്കെ എങ്ങനെയൊക്കെ അത് ഉപകാരപ്പെടുന്നു അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും ഇനി കുറച്ച് വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.